എന്താണ് പരിപാടി? അച്ഛേ പോയിട്ട് നേരത്തെ വരാം, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാട്ടാ. അച്ഛൻ പോയിട്ട് വരുമ്പോ എനിക്കൊരു ബോൾ കൊണ്ടുവരോ? അതെന്തിനാ? മോള് ബോള് വെച്ച് കളിക്കാറൊന്നുമില്ലല്ലോ. എനിക്ക് പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയി. അമ്പടി കള്ളി, വന്ന് 2 ദിവസം കൊണ്ട് നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയോ? എന്തായാലും അച്ഛൻ പോയിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ട് വരാട്ടാ. മതി മതി അച്ഛനും മോളുള്ള സ്നേഹം. ഇവിടെ ഒറ്റ നിൽപ്പുണ്ട്. ഓ, അതൊരു പ്രശ്നമാക്കണ്ട, നിനക്കും കൂടി വരുന്നു. ഓ നീ പിടിച്ചേ, എന്നാ അച്ഛൻ പോട്ടെ. ഓക്കെ, ബൈ. നീ എന്ത് കളിക്കാൻ പാടാ പിന്നെ അങ്ങോട്ട്? ഒന്നുമില്ല സാർ. എന്താണ് രാവിലെ ഒച്ചപ്പാടും വേളോ? സാറേ, ഇന്നലെ രാത്രി നമ്മൾ പെട്രോളിംഗിന് പോയി പോകുന്ന ചാടിയന്മാരെ എടാ ഉമ്മാരല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ വെച്ചേണ്ടത്? അതെ സാറേ, രണ്ടുപേരും നല്ല അസല് കള്ളന്മാരാ. രസം എന്താന്ന് വെച്ചാലേ ഇവന്മാര് തന്നെ കക്കാൻ കയറിയത് സാറിന്റെ വീട്ടിലാ. സാറിനെ കണ്ടോണ്ടാന്ന് തോന്നി ഇവന്മാർ ഇറങ്ങി ഓടിയത്. വന്നയാടെയാണ് നമ്മുടെ ജീപ്പിന്റെ മുന്നിൽ. ആഹാ, അതൊക്കെ പോട്ടെ, നീ എന്റെ വീട്ടിൽ തന്നെയാണ് കയറിയത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയ അവിടെ നിന്ന് ചോദിച്ചതിന് ഉത്തരം പറയടാ. സാറേ, ഞങ്ങള് കള്ളന്മാരാ സാറേ. പക്ഷെ ഇന്നലെ കയറിയത് സാറിന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കയറില്ലായിരുന്നു. പക്ഷെ അത് സാറിന്റെ വീടല്ല സാറേ, സത്യമായിട്ട് സാറേ. ഇതുവരെ നടത്തിയ മോഷണങ്ങളൊക്കെ ഞങ്ങളാ സാറേ. പക്ഷെ അവിടുത്തെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എടുക്കാനായിട്ട് അവർ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. ഏതവര്? അത് ഞാനും എൻ്റെ ഭാര്യയും കൊച്ചും മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നീ ആരുടെ കഥ ഉണ്ടാക്കണത്? കഥയുണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ്? അല്ല സാറേ, പുന്നാര മോനെ, കഥ ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ ഈ കുറ്റമൊക്കെ സമ്മതിക്കേണ്ട കാര്യമുണ്ടോ സാറേ? നീ അത് പറഞ്ഞത് പോയിന്റ്. സാറിന്റെ വീട്ടില് സാറല്ലാത്ത വേറെ 2 പേരുണ്ട് സാറേ. അത് കൊള്ളാലോടാ, ഞാനറിയാത്ത വേറെ ആൾക്കാർ. സാറേ, അത് ഞങ്ങളില്ലാത്തപ്പോ. സാറേ, ഞാൻ പറയുന്നത് സത്യമാണ് സാറേ. സാറിന്റെ വീട്ടില് സാറില്ലാത്തപ്പോ വന്ന 2 പേരല്ല സാർ അവര്. പിന്നെ സാറിനെ കട്ടി മുമ്പ് താമസിച്ചവര് സാർ. അല്ല, നീ ഇങ്ങോട്ട് വന്നേ. സാറേ, വാ. സാറേ, എത്ര അടിച്ചാലും ഇതാവും സാർ. സാർ ബാടാ, നീ അവിടെ എന്താ നീ കണ്ടത്? നീ ആരുടെ കാര്യം പറയണത്? ഒന്നും മനസ്സിലാവണ രീതി പറയടാ. വരണ്ടോ നോക്കട്ടെ. ഇതെന്താ തന്നെ പറയണേ? ശബ്ദം കേട്ടോ? അല്ല, നീ അത് തുറക്കാൻ നോക്കടാ. നീ ഇപ്പൊ കേട്ടാ? ഞാൻ കേട്ടാ. എന്താ എന്താടാ എന്താടാ അറിയില്ല. നീ പോയി നോക്ക്. ആരാ നോക്ക്.
സാറേ തയ്യൽ മെഷീൻ കിടക്കണ മുറിയില്ലേ അവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് സാറേ. സാറേ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്ന നല്ലത്. ഭാഗ്യത്തിനാ ഞങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. നീ പറയുന്ന കുറെയൊക്കെ ശരിയാണ്. അവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. പക്ഷെ രണ്ടുപേരെ കണ്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യമല്ല. എടോ വിനിതേ, ഇവനെ പിടിച്ചകത്തിട്ടെ. സാറേ ഇതിനു മുമ്പ് ഞാൻ അവരവിടെ കണ്ടുണ്ട്. വാടാ. സാറത് കാര്യാക്കണ്ട, അത് പഴയ താമസക്കാരിട്ട് പോയതാ. ഞാൻ വേണം മാറ്റിത്തരാം. അരമളെ, മോള് ബോർഡ് വെച്ച് കളിക്കാറൊന്നുമില്ലല്ലോ. എനിക്ക് പുതിയ ഫ്രണ്ട്സൊക്കെ ആയി. അച്ഛാ, ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസൊന്നും ഇല്ലാത്ത സ്റ്റേഷനാണല്ലേ. ഇതെന്തത്? ബോള് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ഉമ്മന്ന്. ആ, എന്നൊരു കാര്യം ചെയ്യും. അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് എയർ അടിച്ച് നമുക്ക് രണ്ടുപേരും കളിക്കാം. ഓക്കെ? ഇതിന്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. അച്ഛനും മോളും കൂടി ഈ വീട് മൊത്തം പൊളിക്കും. ആയിക്കോട്ടെ, അച്ഛൻ പോരാ കേട്ടോ. വെയിറ്റ്. നോക്കട്ടെ. ഏറടിച്ചരോ? കൊള്ളാലോ. അനിതേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് ഈ സോപ്പ് എടുക്കലെന്ന്? ഇത് മൊത്തം മുടിയാണല്ലോ. തന്റെ സോപ്പ് ഇവിടെ ആരും എടുക്കാറില്ല. അത് തന്റെ തന്നെയായിരിക്കും. ഓ, അവിടെ ഓട്ടെ. ശബ്ദം ഉണ്ടാക്കല്ലേ, ഇപ്പൊ വരാട്ടോ. അച്ഛൻ ബോളില് ഏറടിക്കുവാ. ആര്യമോളെ, ആ, മോളെ ആരോടെ സംസാരിച്ചോണ്ടിരുന്നത്? അത് മോളുടെ പുതിയ ഫ്രണ്ടിനോടാ. അച്ഛൻ പോരാ കേട്ടോ. ആ, ആരോട് പറയാനാ? ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. വലിയൊരു വീടും ഞാനും മോളും. അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. എടി അനു, നമ്മുടെ ആര്യമോളെ ആരോടും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നുമില്ല. അവളിപ്പോ അങ്ങനെയാ, ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കും. അവൾക്ക് വേറെ കളിക്കാൻ കൂട്ടൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാ? സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കണ്ടേ? കെട്ടും കടക്കടുത്ത് പോവാനല്ലേ നമുക്ക് വിധിയുള്ളൂ. എന്നാലും ഒറ്റയ്ക്ക്. ഓഹോ, ബാക്കിയുള്ളവർ ഒറ്റയ്ക്കായ ഒരു പ്രശ്നമില്ല. എത്ര പ്രാവശ്യം ഞാൻ ശിവരുടെ അടുത്ത് പറയുന്ന അച്ഛനും അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അത് തനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ മോളിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഒരു അതിശയമില്ല. എന്തായാലും നാളെ തന്നെ പോവാം. അഭിമാനികളല്ലേ, നീ നേരിട്ട് വിളിച്ചില്ലാന്ന് വേണ്ട. പോരെ? ശിവ അവിടെ പോയിട്ട് അവരെ കൊണ്ടുവരുന്നോ? അല്ലാണ്ട് അവരെ ഇങ്ങോട്ട് വരാനാ? ശിവ ശിവ, എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട്. അതെ, മോളെ എവിടെ നോക്കിട്ട് പറ്റേ. ശിവയുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്ത് കാര്യം? അപ്പുറത്തിരിക്കുന്ന തയ്യൽ മെഷീൻ നന്നാക്കുന്ന കാര്യം. അത് ശിവ പറയാതെ തന്നെ ചെയ്തു തന്നല്ലോ. തയ്യൽ
തയ്യൽ മെഷീൻ നന്നാക്കിയെന്നോ? ഞാനോ? ആ എന്തായാലും ശരിയാക്കിയത് നന്നായി. എനിക്ക് എന്തെങ്കിലും തയ്ക്കാലോ. താൻ ഉറങ്ങുന്നില്ലേ? ഇല്ല, താൻ കിടന്നോ, ഞാൻ പോരാം. ഓ, ആത്മാവിന് തിരുവോളത്താൻ പോവായിരിക്കും. സാറിൻ്റെ വീട്ടിൽ സാറല്ലാത്ത വേറെ 2 പേരുണ്ട് സാറേ. ഹലോ, വേണ്ടോ, ഞാൻ വന്നോളാം. ശിവ ഇന്നലെ അപ്പുറത്തെ റൂമിലാണ് കിടന്നത്. നേരം വെളുത്തപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ. അല്ല, ഞാനെങ്ങനെ അവിടെ? നല്ല ആളാ. വീണ്ടും പഴയ ശീലങ്ങളൊക്കെ തുടങ്ങിയില്ലേ? വേറെ എവിടെയോ നോക്ക്, ഞാൻ യൂണിഫോം എടുത്ത് വയ്ക്കാം.